എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു ക്രിക്കറ്റ് വിശകലനത്തിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് IPL 2025 ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് നേരിട്ട അപ്രതീക്ഷിത തോൽവിയെക്കുറിച്ചും ക്യാപ്റ്റൻ അക്ഷർ പട്ടേലിന്റെ വികാരനിർഭരമായ പ്രസ്താവനയെക്കുറിച്ചുമാണ്. 99% ജയസാധ്യതയുണ്ടായിരുന്ന മത്സരത്തിൽ ഡൽഹി എങ്ങനെ തോറ്റു? ഗുജറാത്തിന്റെ ചരിത്ര വിജയത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? ഇതെല്ലാം നമുക്ക് വൺ ബൈ വൺ നോക്കാം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന IPL 2025 35-ാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടിയ ഗുജറാത്ത് ആദ്യം ബൌൾ ചെയ്യാൻ തീരുമാനിച്ച് ഡൽഹിയെ ബാറ്റിംഗിനയച്ചു. ഡൽഹി ബാറ്റ്സ്മാൻമാർ മികച്ച തുടക്കമാണ് നൽകിയത്. 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് നേടി ഗുജറാത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തി. അക്ഷർ പട്ടേൽ 39 റൺസും ആശുതോഷ് ശർമ്മ 19 പന്തിൽ 37 റൺസും നേടി ടീമിനെ മുന്നോട്ട് നയിച്ചു. KL രാഹുൽ 28, കരുൺ നായർ 31, ക്രിസ്റ്റൻ സ്റ്റബ്സ് 31 എന്നിവരും മികച്ച സംഭാവന നൽകി. എന്നാൽ പ്രസിദ്ധ് കൃഷ്ണയുടെ 4 വിക്കറ്റ് ഡൽഹിയെ 220 മുകളിൽ എത്താൻ അനുവദിച്ചില്ല. 204 റൺസിന്റെ ലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്തിന് തുടക്കം പാളി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 7 റൺസിന് റൺ ഔട്ടായി. സായ് സുദർശൻ 36 റൺസിന് കുൽദീപ് യാദവിന്റെ പന്തിൽ പുറത്തായി. എന്നാൽ ജോസ് ബട്ട്ലറും റുദർഫോർഡും ചേർന്ന് 119 റൺസിന്റെ മിന്നുന്ന പങ്കാളിത്തം കെട്ടിപ്പടുത്തി. ബട്ട്ലർ 97 റൺസിന് സെഞ്ചുറിയിൽ നിന്ന് 3 റൺസകലിൽ നിന്നപ്പോൾ റുദർഫോർഡ് 43 റൺസ് നേടി. അവസാന ഓവറിൽ 10 റൺസ് വേണ്ടിയിരുന്നപ്പോൾ തെവാറ്റിയ സ്റ്റാർക്കിനെതിരെ ആദ്യ പന്തിൽ 6ഉം രണ്ടാം പന്തിൽ 4ഉം നേടി ഗുജറാത്തിനെ വിജയത്തിലെത്തിച്ചു. ഈ 7 വിക്കറ്റ് വിജയത്തോടെ ഗുജറാത്ത് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചു. ഈ മത്സരശേഷം ഡൽഹി ക്യാമ്പിൽ ദുഃഖം അലതല്ലി. ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ വികാരാധീനനായി. അഭിമുഖത്തിൽ 99% ജയസാധ്യതയുണ്ടായിരുന്ന മത്സരം എങ്ങനെ തോറ്റുവെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ബാറ്റ്സ്മാൻമാർ മികച്ച പ്രകടനം കാഴ്ചവച്ചു, പക്ഷേ ബൌളർമാർ നിരാശപ്പെടുത്തി. സുദർശനും ബട്ട്ലറും റുദർഫോർഡിനെ തടയാൻ കഴിഞ്ഞില്ല. വിക്കറ്റുകൾ എടുക്കാൻ ബൌളർമാർക്ക് സാധിച്ചില്ല. ഒരുപാട് റൺസ് വഴങ്ങി. ഈ തോൽവി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമാണ്, പക്ഷേ അടുത്ത മത്സരത്തിൽ ശക്തമായി തിരിച്ചുവരും, അക്ഷർ വ്യക്തമാക്കി. സ്റ്റേഡിയത്തിൽ ഡൽഹി ആരാധകർ വികാരാധീനരായപ്പോൾ ഗുജറാത്ത് ക്യാമ്പിൽ ആഘോഷം അലടിച്ചു. ജോസ് ബട്ട്ലർ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി. ഡൽഹിയുടെ ഈ അപ്രതീക്ഷിത തോൽവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതുപോലെ അക്ഷർ പട്ടേലിന്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അക്ഷർ പട്ടേലും ഹാർദിക് പാണ്ഡ്യയും തമ്മിൽ കമ്പയർ ചെയ്താൽ മികച്ച ക്യാപ്റ്റൻ ആർ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ കൂടുതൽ ആവേശകരമായ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.